ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുമ്പോഴേ ഉള്ളൂ ഈ പ്രശ്നം. നോക്കൂ, പണ്ട് മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠഭാഗം ഉണ്ടായിരുന്നു. അന്ന് ഇവരീ പറയുന്ന എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അവകാശമുണ്ടെന്ന് ക്രിസ്ത്യാനികളും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അവകാശമുണ്ടെന്ന് മുസ്ലിങ്ങളും പറയുന്ന ഒരു നാട്ടിൽ മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠം വന്നപ്പോൾ കേരളം കത്തിയത് ഓർമ്മയുണ്ടോ? കേരളം കത്തിപ്പടർന്നു. വിദ്യാഭ്യാസ മന്ത്രി. അതെ, അതിനു മുമ്പ് അത് MABയുടെ കാലത്ത് തന്നെ ജോസഫ് മാഷ് വളരെ നിഷ്കളങ്കമായി ഒരു 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 ക്വസ്റ്റ്യൻ പേപ്പറിൽ മുഹമ്മദ് എന്നൊരു വാക്ക് ഉപയോഗിച്ചതിന് ഇവിടെ ഉണ്ടായ ജോസഫ് മാഷിനെ കൈവിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായ വളരെ വലിയ കലാപം നിങ്ങൾ മറന്നുപോയോ? ഇതിനെ ഒന്നിനെയും ഒറ്റയ്ക്ക് കാണാൻ ഞാൻ തയ്യാറല്ല. ഇത് ഒട്ടും നിഷ്കളങ്കവുമല്ല. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് സ്കോറുകൾ സെറ്റിൽ ചെയ്യാനുണ്ട്. നിങ്ങളുടെ ദേഹത്തെല്ലാം, ഇവിടുത്തെ മതം പറയുന്ന എല്ലാവരുടെയും ദേഹത്ത് ഒരുപാട് ചെളിയുണ്ട്. ആ ചെളി കളഞ്ഞിട്ട് വേണം ഇവിടെ വന്ന് വർത്തമാനം പറയാൻ. നിങ്ങളെല്ലാവരും ഓരോ സമയത്ത് ഓരോ രീതിയിൽ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ശബരിമലയിൽ സ്ത്രീ പ്രവേശന നിരോധനം ഉണ്ടായപ്പോൾ അന്ന് ഈ സ്ത്രീകളെ തടയാൻ വേണ്ടി പോകുമ്പോൾ വഴി മുഴുവൻ നാരങ്ങയും ബോഞ്ചിവെള്ളം നിരത്തി വെച്ചത് ആരാ? ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചേർന്നല്ലേ? ഇവിടുത്തെ സംഘടനകളല്ലേ? അന്ന് സമുദായ സംഘടനകൾ ആരാ? ഹിന്ദുക്കളുടെ കൂടെയാണ് നിന്നേ. അപ്പോൾ ഓരോ കാലത്ത് നിങ്ങൾക്കുതകുന്ന രീതിയിലുള്ള, അതായത് മതത്തിന് എതിരായി ആരെങ്കിലും പറഞ്ഞാൽ, മതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം പറഞ്ഞാൽ അപ്പോൾ അവരെ ഓടിക്കുക. അതിനുശേഷം മതങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മുടെ മതത്തിനകത്തെ അതിൻ്റെ മൗലികത മാത്രം പറയുക.